1000 പേനകൾ കൊണ്ടൊരു പുൽക്കൂട്. ക്രിസ്മസ് ലോകത്തെ വേറിട്ട കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് ഒരു സ്കൂൾ. സ്കൂളിലെ അധ്യാപകനും ബർസാറുമായ ഫാദർ വിൽസൺ പുതുശ്ശേരിയാണ് പേനകൾ കൊണ്ട് മനോഹരമായ പുൽക്കൂട് തീർത്തിരിക്കുന്നത്. ഉപയോഗശേഷം വലിച്ചെറിയുന്ന പേനകൾ ഭൂമിക്കൊരു ഭാരമായി മാറാതെ എങ്ങനെ പുനരുപയോഗിക്കാനാകുമെന്ന ചിന്തയിൽ നിന്നാണ് പുൽക്കൂടെന്ന ആശയം രൂപപ്പെട്ടത്. റെഡിമെയ്ഡ് പുൽക്കൂടുകളുടെ കാലമാണിത്. മുളകൾ കൊണ്ട് പുൽക്കൂട് ഉണ്ടാക്കിയിരുന്ന കാലമൊക്കെ ഒരു ഓർമ്മ മാത്രം. ഇവിടെ ഇതാ ഉപയോഗശൂന്യമായ പേനകൾ കൊണ്ട് പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണ് ഒരു സ്കൂൾ. സ്കൂളിലെ അധ്യാപകനും ബർസാറുമായ ഫാദർ വിൽസൺ പുതുശ്ശേരിയാണ് പേനകൾ കൊണ്ട് മനോഹരമായ പുൽക്കൂട് തീർത്തിരിക്കുന്നത്. 1000-ഓളം ഉപയോഗശൂന്യമായ പേനകൾ ഉപയോഗിച്ചാണ് ഇദ്ദേഹം വ്യത്യസ്തമായ പുൽക്കൂട് നിർമ്മിച്ചത്. പെൻ ബാങ്ക് എന്ന ആശയത്തിലൂടെ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച പേനകൾ ഉപയോഗിച്ചായിരുന്നു പുൽക്കൂടിന്റെ നിർമ്മാണം. പേനകൾ ശേഖരിക്കാനായി പെൻ ബോക്സ് എന്ന പേരിൽ ഒരു ബോക്സും ഇവിടെ സ്ഥാപിച്ചിരുന്നു. ഉപയോഗശേഷം വലിച്ചെറിയുന്ന പേനകൾ ഭൂമിക്ക് ഒരു ഭാരമായി മാറാതെ എങ്ങനെ പുനരുപയോഗിക്കാനാകും എന്ന ചിന്തയിൽ നിന്നാണ് പുൽക്കൂടെന്ന ആശയം രൂപപ്പെട്ടതെന്ന് ഫാദർ വിൽസൺ പറഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ ഒരു ആശയം തോന്നിയത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നുള്ളൊരു ആശയം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതുപോലൊരു പുൽക്കൂട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ കുട്ടികൾ വലിച്ചെറിയുന്ന ഈ പേനകളൊക്കെ അത് ഇവിടെ ഒരു പെൻ ബാങ്ക് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ ഞങ്ങളിവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എങ്ങനെ മനോഹരമാക്കാം എന്നൊരാശയം വെച്ചുകൊണ്ടാണ് ഇതുപോലെ ഈ പെന്നും അതോടൊപ്പം തന്നെ പേപ്പറുകളും ഒക്കെ എല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ പുൽക്കൂടിനുള്ളിലെ ട്രീ അടക്കം നിർമ്മിക്കുന്നതിന് തിരഞ്ഞെടുത്തതും പേനകൾ തന്നെയാണ്. ഇത് കൂടാതെ പേപ്പറുകളും കോട്ടൺ വേസ്റ്റുമൊക്കെ ട്രീയും മഞ്ഞുമൊക്കെയായി പുൽക്കൂടിനുള്ളിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ച നീണ്ട ഒഴിവുവേളകൾ മാത്രമാണ് പുൽക്കൂടിന്റെ നിർമ്മാണത്തിനായി ഫാദർ വിൽസണിന് വേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.